ഹലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണെന്ന് ഇന്ന് തമ്പനെയിലിൽ നിന്ന് മനസ്സിലായി കാണും. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തെറ്റിൽ നിന്നാണല്ലോ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മിസ്റ്റേക്ക് വലിയ പ്രോബ്ലം അല്ല. ആക്ച്വലി ഇന്നലെ നമ്മൾ വീക്കെൻഡിലാണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ SIP പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് കണ്ടോ 25 ജൂൺ, അതായത് 25-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ പേയ്മെൻറ്റ് കൺഫേം ചെയ്തത് 10:42 എക്സ്ചേഞ്ച് അപ്രൂവ് ചെയ്തതും 10:42. സോ നമുക്ക് കിട്ടുന്ന NAV നമ്മൾ ഈ പേ ചെയ്ത 1000 റുപ്പീസിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന NAV എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരത്തെ ഇന്നത്തെ NAV നെറ്റ് അസറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്ര യൂണിറ്റ്സ് കിട്ടുമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഫ്രൈഡേയിലെ NAV ആണ് ഇതിലിപ്പം കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രൈഡേയിലത്തെ NAV ആണ് 91.43. അപ്പോൾ ഇന്ന് വൈകിട്ട് 3 മണിയാകുമ്പോഴായിരിക്കും പുതിയ NAV, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം NAV അപ്ഡേറ്റ് ചെയ്യുള്ളൂ. സോ ആ ടൈമിൽ നമ്മൾ എന്താണ് NAV വരുന്നത് ആ എമൗണ്ടിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് 91.43 വാല്യൂവിൽ കിട്ടില്ല. ഇനി വാല്യൂ കുറയുകയാണെങ്കിൽ ആ എമൗണ്ടിനുള്ള യൂണിറ്റ്സ് നമുക്ക് കിട്ടും. വാല്യൂ കൂടുകയാണെങ്കിൽ ആ ചാർജ് പ്രൈസ് നമ്മുടെ ക്വാണ്ടിറ്റി യൂണിറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേ ഒരു 3 o'clock മുമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 o'clock എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2:45 പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്താലും ഫണ്ട് നമ്മുടെ അക്കൗണ്ട്സ് അവരുടെ ഫണ്ട് മാനേജറിൻ്റെ അടുത്ത് റീച്ച് ചെയ്യുന്ന ആ ടൈം വരെ, അത് ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തത് നമ്മൾ പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തത് 2:45 ഈ എമൗണ്ട് നമ്മുടെ ഫണ്ട് മാനേജറിനെ റീച്ച് ചെയ്യുന്നത് ഇപ്പോൾ 3:10 ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ NAV ചാർജ് ചെയ്യുന്നത് എപ്പോഴത്തെ ടൈമിലായിരിക്കും? മൺഡേയിലത്തെ NAV ആയിരിക്കും. മൺഡേ ഇപ്പോൾ ഹോളിഡേ ആണെങ്കിൽ മൺഡേയിലത്തെ ഉണ്ടാവില്ല, നെക്സ്റ്റ് വർക്കിംഗ് ഡേ അതായത് ട്യൂസ്ഡേയിലെ NAV ആയിരിക്കും നമുക്ക് ചാർജ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ NAVയിൽ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റി. സോ അതാണ് ഇത്. പക്ഷേ ഈ NAV ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല കേട്ടോ, ബിക്കോസ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അപ്പം ഈ ചെറിയ NAV ഒരു ദിവസത്തെ NAV മറ്റേ ദിവസത്തെ നെറ്റ് അസറ്റ് വാല്യൂ പിറ്റേ ദിവസം കൂടെ കുറയാം, അങ്ങനെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ ചെറിയ ഫ്ലക്ച്വേഷൻ നമ്മളെ അധികം കാര്യമായിട്ട് ബാധിക്കില്ല, ബിക്കോസ് നമ്മൾ ലോങ് റണ്ണിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ ചെറിയ സെക്കൻഡ്സും നമ്മളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ NAV അഫക്റ്റ് ചെയ്യുള്ളൂ. അത് 3 o'clock മുന്നേ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ NAV നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ നമുക്ക് കിട്ടും. അതല്ല നമ്മൾ നെക്സ്റ്റിലാണ് 3 o'clock ശേഷമാണ് നമ്മുടെ ഫണ്ട് അവിടെ ഫണ്ട് മാനേജറിൻ്റെ അടുത്ത് എത്തുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ആയിരിക്കും. അതുപോലെ തന്നെ വീക്കെൻഡ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലെ ഇതായിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ സൺഡേ ചെയ്തുകൊണ്ട് ഫ്രൈഡേ 3 o'clock ശേഷം ചെയ്താലും ഈ സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. 25 അത് പ്രോസസ്സ് ആകുള്ളൂ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നമുക്കവിടെ ഡീറ്റെയിൽസ് കാണാം. കൺഫേം ചെയ്തത് 22 ജൂണിനാണ്. ഓർഡർ യൂഷ്വലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2-3 വർക്കിംഗ് ഡേയ്സ് എടുക്കും. സോ എൻ്റെ ഓർഡർ കംപ്ലീഷൻ ഡേ എന്ന് പറയുന്നത് 25 ആണ്. വീക്കെൻഡ്സ് സാറ്റർഡേയ്സും സൺഡേയ്സും പബ്ലിക് ഹോളിഡേയ്സും വരുന്നത് നോൺ വർക്കിംഗ് ഡേയ്സ് ആണെന്ന് ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ NAV നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് NAV വിൽ ബി കൺഫേംഡ് ബൈ ദ ഫണ്ട് ഹൗസ് ആഫ്റ്റർ കൺഫർമേഷൻ ഓഫ് പേയ്മെൻറ്റ് കൺഫേം ചെയ്തതിന് ശേഷമാണ് NAV അപ്ലൈ ചെയ്യുന്നത്. സോ എനിക്ക് എക്സ്പെക്റ്റഡ് NAV എന്ന് പറയുന്നത് 23rd. അപ്പോൾ എനിക്ക് 23-ാം തീയതിയിലത്തെ NAV ആയിരിക്കും കിട്ടുന്നത്. ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ഫണ്ട് അവിടെ റീച്ച് ചെയ്യാനായിട്ട് 23rd 3 മണി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് 24th NAV ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പ്രോബബ്ലി എന്തായാലും ശരിക്കും 23rd ഇന്നത്തെ NAV തന്നെയായിരിക്കും കിട്ടുന്നത്. ഓർഡേഴ്സ് പ്ലേസ്ഡ് ഓൺ നോൺ വർക്കിംഗ് ഡേയ്സ് ഗെറ്റ് ദ NAV ഓഫ് ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. വർക്കിംഗ് ഡേയ്സ് അല്ല, ഹോളിഡേയ്സിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിൻ്റെ NAV എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ വർക്കിംഗ് ഡേ, അതായത് ഇന്നലെ ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ NAV ആയിരിക്കും എനിക്ക് ചാർജ് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് വീക്കെൻഡ് Saturday and പബ്ലിക് ഹോളിഡേയ്സ് ആർ നോൺ വർക്കിംഗ് ഡേ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പം വർക്കിംഗ് ഡേയിൽ തന്നെ ചെയ്യാൻ നോക്കാം, പറ്റുമെങ്കിൽ മോർണിംഗ് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആ ദിവസത്തെ NAV തന്നെ നമുക്ക് കിട്ടും. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രസക്തിയില്ല, ബിക്കോസ് നമ്മൾ SIP ആണ് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡേ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ഇങ്ങനെ ഓരോ മന്തിലും ചേഞ്ച് ചെയ്ത് വരുമല്ലോ, വർക്കിംഗ് ഡേയ്സോ ഹോളിഡേയ്സോ ഒക്കെ വരാം. അപ്പോൾ അതിൽ വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ NAV അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 9 o'clock. അപ്പോൾ നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തത് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടില്ല, അത് പ്രോഗ്രസ്സാണ്. 25 അപ്ഡേറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ NAVയിലായിരിക്കും, അതായത് ഇന്ന് 3 o'clock ശേഷമായിരിക്കും ഇതിൽ NAV അപ്ഡേറ്റ് ആവുന്നത് 9 to 11, 9 to 10 ആ ടൈമിൽ നമ്മുടെ NAV അപ്ഡേറ്റ് ആവും.
അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഓൾറെഡി 3 സ്റ്റോക്സ് ഉണ്ടായിരുന്നു. അതിൽ 2 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഡയറക്റ്റാണ്, ഇത് റെഗുലർ പ്ലാനിലാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത് നിൽക്കുന്ന ഈ പ്ലാൻ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ NAVയിൽ കിട്ടുമെന്നറിയാം. ഇന്നിപ്പോൾ സമയം 11:12 അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ, അതായത് ഫ്രൈഡേയിലത്തെ NAV തന്നെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ റേറ്റിലല്ല കിട്ടുന്നത്. ഇന്നത്തെ NAV, അതായത് 3 o'clockന് ശേഷം അപ്ഡേറ്റ് ആവും. നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ആവാൻ 9 o'clock ആവും. 9 to 10 in betweenലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ 100 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 100 rupeesന് നമ്മൾ ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ എത്ര ടൈം എടുക്കും, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ ഞാൻ 100 ഇട്ടു. 27th തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്, നെക്സ്റ്റ് മന്ത് വയ്ക്കാനായിട്ട്. SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 100 ഇട്ടു, പേയ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പേ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വന്നു, പ്രോസസ്സ് ചെയ്യാണ്. പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്തു. ഇനി ഓട്ടോമാറ്റിക് ഫീച്ചർ പേയിലോട്ട് SIP ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോപേക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നും കൂടി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. പേയ്മെൻറ്റ് ലിമിറ്റ് അപ് ടു ഇതാണ്. ഫ്രീക്വൻസി പറയുന്നത് 2055 വരെ ഉള്ളതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് വാലിഡിറ്റി 2025 ആണ്. UPI മാൻഡേറ്റ് ആണ്. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് ലിമിറ്റ് ഉണ്ട്. 17,000 വരെ ആസ് പ്രസൻറ്റഡ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 23rd June 2055 വരെ ഉള്ളത് 30 വർഷത്തേക്കുള്ള രീതിയിലാണ് ഇവരിവിടെ ഓട്ടോപേ സെറ്റപ്പിന് കൊടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സെറ്റപ്പ് ഓട്ടോപേ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതായത് ഈ ടൈമിൽ നമ്മുടെ ക്യാഷ് അവൈലബിൾ ആവാനായിട്ട് നോക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത്രയും എമൗണ്ട് ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ വേണമെന്ന് യാതൊരു ഇതുമില്ല. പക്ഷേ ആ ടൈമിൽ, അതായത് എവറി മന്ത് 27th നമ്മൾ SIP വെച്ചേക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഓട്ടോപേ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണമെന്ന് ഇല്ല. അപ്പോൾ നമ്മുടെ മന്ത്ലി SIP ഇപ്പോൾ ഉള്ളത് 1100 ആണ്. അപ്പോൾ എവരി മന്ത് 1500 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ NAV മാർക്ക് ചെയ്തേക്കുന്നത് 23rd June, അതായത് ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ടൈം എടുക്കും അത് വരാനായിട്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാം. ഇവിടെ നമുക്ക് ചേഞ്ച് എമൗണ്ട് NAV മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. 27th നമുക്കിപ്പോൾ 100 എന്നുള്ളത് 200, 500 ഒക്കെ ആക്കണമെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണ് 100. ഇതിപ്പോൾ ഇന്നലെ ചെയ്ത കാരണം നമ്മൾ അപ്പോൾ അതിനകത്ത് ഇവിടെ നമുക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്യാം. 1000 ആണ് മിനിമം എമൗണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇവിടെയും ഞാൻ 27th തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജൂൺ 27th വയ്ക്കേണ്ട. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടത്. ഇപ്പോൾ അവിടെ കിടക്കട്ടെ. അപ്പോൾ 15th വരുമ്പോൾ ജൂലൈ 15th നമുക്ക് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വയ്ക്കാം. അതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യും. എല്ലാം ഒരുമിച്ച് പോകാൻ പാകത്തിനായിട്ട് നമുക്ക് വയ്ക്കാം. ഫൈൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ഉണ്ടോ, ഞാനിപ്പോൾ ഇന്ന് ചെയ്തപ്പോഴും എനിക്ക് NAV ഇന്നത്തെ ഡേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ കഴിഞ്ഞ പേയ്മെൻറ്റ് ചെയ്തത് 20 ഇതായതുകൊണ്ട്, സൺഡേ ആയതുകൊണ്ട് നമുക്ക് NAV വന്നിരിക്കുന്നത് 23rd ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ്.
സെറ്റപ്പ് വേറെ എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ബൈ എത്ര എമൗണ്ട് കൂട്ടണമെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ എവറി ഇയറിൽ നമുക്ക് 100 ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് 10% ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞ് വയ്ക്കാം. അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 1000 എല്ലാ വർഷവും ഒരു 500 ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ വയ്ക്കാം. നമുക്ക് എങ്ങനെ വേണം ആ രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സിപ്പ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യും January 26. അപ്പോൾ ഞാൻ 100 അല്ല, നമ്മളിപ്പം അത് വേണ്ട 100 വേണ്ട 10% മതി. ഓക്കെ, ഇപ്പോൾ 10% ആണെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ 50% കൊടുക്കുകയാണെങ്കിൽ 50% കൊടുക്കാൻ 1500 ആകുന്ന രീതിയിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു 10% എവരി അത് നമുക്ക് എടുത്തിട്ടുണ്ട്. സെറ്റ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, 6 വർഷമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റുന്നത് 2 ഉണ്ട്, 200 ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ കിടക്കുന്ന അക്കൗണ്ട്സിൻ്റെ അതിൻ്റെ അപ്ഡേറ്റ് വരണമെങ്കിൽ 9 o'clock കഴിയണം ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവണമെങ്കിൽ. അപ്പോൾ ഡെയിലി നോക്കുന്നവർ രാവിലെ മുതൽ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിൽ വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ മാറുന്ന സമയം 9 to 10 ആ ടൈമിലായിരിക്കും ഇവിടെ ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് പോലെ ഓരോ മിനിറ്റിലും പ്രൈസ് ചേഞ്ച് ആവില്ല. ഇതിന് ഡെയിലി ഒരു ടൈം മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പം ആ ഡേറ്റ് അതും കൂടി ആ ചേഞ്ച് ഞാൻ വൈകിട്ട് ഈവനിങ് ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.